BBC ഇന്ത്യക്ക് 3,44 ലക്ഷം രൂപ പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനത്തിലാണ് നടപടി. BBC-യുടെ 3 ഡയറക്ടർമാർ 1,14 ലക്ഷം പിഴയും നൽകണം. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, BBC-യുടെ ED റെയ്ഡ് അന്ന് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പിഴ ഒടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BBC ഇന്ത്യക്ക്? BBC ഇന്ത്യക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിഴ ചുമത്തിയിരിക്കുന്നു. പിഴ തുക എന്ന് പറയുന്നത് 3.44 കോടി രൂപയാണ്. നേരത്തെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട BBC ഡോക്യുമെന്ററിക്ക് പിന്നാലെ ദില്ലിയിലെ BBC ആസ്ഥാനത്ത് അടക്കം ഈടൊരു വലിയ പരിശോധന ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യവിനിമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് നോട്ടീസും അയച്ചിരുന്നു. ഇത് പ്രകാരമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. BBC ഡയറക്ടർമാരായ ഗൈഡ് ആന്റണി ഹണ്ട്, അതോടൊപ്പം ഇന്ദു ശേഖർ സിൻഹ, ഒപ്പം പോൾ മൈക്കിൾ ഗിബർസൺ എന്നിവർ ഇതിൽ 1.14 കോടി രൂപ പിഴ കൊടുക്കണം എന്നും ഏതാണെങ്കിലും ഇഡി ഇപ്പോൾ ഇതിൽ വ്യക്തമാക്കുന്നു. 2023 ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇഡിക്ക് നൽകിയത്. അതിനുശേഷം ആണ് പരിശോധന നടന്നത്. പ്രധാനമായും 100% വിദേശ നിക്ഷേപമുള്ള ഒരു കമ്പനിയാണ് BBC ഇന്ത്യ. നിയമപ്രകാരം 26% മാത്രമാണ് വിദേശ നിക്ഷേപത്തിന് അനുമതി. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. അതായത് 2021 ഒക്ടോബർ 15 മുതൽ ഇന്ന് വരെയുള്ള ദിവസത്തെ പിഴയാണ്. അതായത് ഓരോ ദിവസവും 5,000 രൂപ വെച്ച് BBC ഇന്ത്യക്ക് ഇതിൽ ഇഡി പിഴ ചുമത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ 3.44 കോടി രൂപ എന്താണെങ്കിലും ഇപ്പോൾ അടയ്ക്കാനുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. BBC സംബന്ധിച്ച് നേരത്തെ തന്നെ BBC-യുടെ എതിരായ നടപടി അത് ഒരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നടക്കമുള്ള, പ്രത്യേകിച്ച് മോദിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ഒക്കെ വന്നതിന് പിന്നാലെ അത്തരത്തിൽ നടപടിയാണ് എന്ന വിമർശനമൊക്കെ വലിയ തരത്തിൽ ഉയരുകയും ചെയ്തായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 3.44 കോടി രൂപയുടെ പിഴ ചുമത്തിക്കുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന പേരിലാണ് BBC ഇന്ത്യക്ക് 3,44 ലക്ഷം രൂപ ഇപ്പോൾ സർക്കാർ ED പിഴ ചുമത്തിയിരിക്കുന്നത്.